ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അനന്തപുരി തറവാട്ടില് നമ്മുടെ നവ്യേനെയും അഭിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ റൂമിലേക്ക് കയറി വന്ന അഭിയോട് നവ്യ പറയുകയാണ്, നമുക്കൊന്ന് പുറത്തു പോയാലോ അഭി എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും അഭി പറയുന്നു, പിന്നെ പുറത്തു പോകാനേ, എനിക്കിപ്പം പുറത്തു പോകാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞപ്പം, അതെന്താ അഭി, ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അഭിക്ക് എന്നോട് ഇത് സ്നേഹമായിരുന്നു, പുറത്ത് കൊണ്ടുപോകാനും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ എന്ത് ഉത്സാഹമായിരുന്നു. അത് പിന്നെ ഇപ്പം എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെ, വല്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, ആ ഒരു സമയത്തല്ലേ നിനക്ക് പുറത്ത് ചുറ്റിക്കറങ്ങാൻ പോകേണ്ടത്, നിനക്ക് വേറെ പണിയില്ലേ നവ്യെ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം നവ്യ പറയാ, നിന്റെ സ്നേഹമൊക്കെ എത്ര പെട്ടെന്നാ പോയത്. ഞാൻ സ്നേഹിച്ചിരുന്നു, പക്ഷേ നിന്റെ അനിയത്തി എൻ്റെ അമ്മായിനെ ഹോസ്പിറ്റലിൽ ആക്കിയില്ലേ, പിന്നെ എന്തിനു ഞാൻ ഇനി നിന്നെ സ്നേഹിക്കുന്നത്. ദേ, നീ അങ്ങനെ പറയരുത്, അതിലെ പ്രതി എൻ്റെ നയനയല്ല. ദേ, അമ്മായി പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പാല് കുടിച്ചേനെ. അപ്പം നമ്മുടെ പാലല്ല, സോറി, നമ്മുടെ കുഞ്ഞ് ഇല്ലാതായേനെ. ഓഹോ, അപ്പൊ കണ്ടോ. അപ്പൊ നിനക്കറിയാം, അപ്പൊ നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത് ആരാ? അത് നിന്റെ അനിയത്തിയല്ലേ. ശോ, ദേ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അന്ന് മാല ഇടാൻ വേണ്ടി പോയില്ലേ, അന്ന് അയ്യപ്പന്മാർക്ക് കുടിക്കാൻ വേണ്ടി പായസം ഉണ്ടാക്കിയതാ. അന്ന് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ചേർന്ന് ആ പാത്രത്തിൽ എന്തോ പൊടി കലർത്തുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് തന്നെ അത് ഞാൻ മാറ്റിവെച്ചത്. പിന്നെ ലാസ്റ്റ് മായം കലർത്തിയ പായസം അത് കലർത്തിയവർക്ക് തന്നെ കുടിക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്നോട് പ്രതികാരം ചെയ്തതാ. ഞാൻ കുടിക്കുന്നു കരുതി പാലിൽ വിഷം കലർത്തിയത് അവരാ, അതെനിക്ക് ഉറപ്പാ. ദേ, നിനക്കപ്പം പാല് തന്നത് അനാമികയാണോ, അതോ അനാമികയുടെ അമ്മയോ? അതൊന്നുമല്ല, നിന്റെ അനിയത്തിയല്ലേ. ശോ, എൻ്റെ പൊന്നടാ, നീ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ പാൽ അവൾ ചൂടാറാൻ വേണ്ടി വെക്കാറുണ്ട്, ആ സമയത്താ ആരോ അതിൽ വിഷം കലർത്തിയത്. പിന്നെ നിന്റെ അനിയത്തിനെ രക്ഷിക്കാൻ വേണ്ടി നീ വെറുതെ വേറെ ആരെയും പ്രതിയാക്കണ്ട. അവൾക്ക് ആരോട് സ്നേഹമില്ല, അവളോട് മാത്രം സ്നേഹമുള്ളൂ. അങ്ങനെ നീ എന്നോട് പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ വിശ്വസിക്കും. പക്ഷെ എൻ്റെ വീട്ടിലെ സ്വാർത്ഥതയായിട്ട് പോയത് ഞാൻ മാത്രമാ. നയനയും നന്ദും ഒക്കെ മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും ആഗ്രഹിക്കുന്നതാ. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, പൊന്നാട് ഇടിയിച്ച് സ്വർണ്ണ പല്ലക്കിൽ അങ്ങോട്ട് ആനയിക്ക്, അതായിരിക്കും നല്ലത്. ഈ വീട്ടിൽ മാത്രമല്ല, നിന്റെ ശാപം എന്ന് പറയുന്നതേ നിന്റെ അനിയത്തിയാ. ഒരിക്കലും അല്ല. അതെ, അഭിക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, പിന്നെ നിന്റെ അനിയത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ പൊള്ളുവാണോ? ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നും വരുന്നില്ല അഭി. ഞാൻ പറഞ്ഞു, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യില്ല. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചെങ്കിലും നിനക്ക് എന്നോടൊന്ന് നന്നായിട്ട് പെരുമാറിക്കൂടെ? അവരെ ഒന്ന് കാണിക്കാനെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ നിനക്ക്? അതെ, എനിക്ക് അഭിനയം വശമില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നും നീ പറയണ്ട. പിന്നെ അഭിനയം നിനക്ക് അറിയില്ല എന്നല്ലേ? എന്നിട്ടാണോ നീ എന്നെ ഇന്നലെ സ്നേഹിച്ചതും വീട്ടിൽ പോയതും പുറത്തൊക്കെ ചുറ്റിയടിച്ചതും? അന്ന് രാത്രി എൻ്റെ കുഞ്ഞു പോകുന്നു നിനക്ക് ഉറപ്പുണ്ടായിരുന്നു. ദേ നവ്യ, അനാവശ്യം പറയരുത്. ദേ, നിന്റെ വയറ്റിലുള്ളൊരു കുഞ്ഞുള്ള കാര്യം മറന്നിട്ട് ഞാൻ വല്ലതും ചെയ്യ. സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചെടുത്തിട്ട് നിന്നെ പോലെയുള്ള ഒരുത്തനെ എന്തിനാ ഈ കുഞ്ഞിന് അച്ഛനായിട്ട് വേണ്ട. ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാതിരിക്കുന്നത് തന്നെ നല്ലത്. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നിട്ട് ഇതൊക്കെ എന്തിനാ കാണുന്നത്? നീ കൊല്ല് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു, എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണോ അല്ലേ? അതെ, ഞാൻ വീണ്ടും പറയാ, ഈ കുടുംബം മുടിക്കാനെത്തിയ അസുര ജന്മം തന്നെയാ നിന്റെ അനിയത്തി. അവക്ക് ആരോടും സ്നേഹവും ആത്മാർത്ഥതയും ഇല്ല. അത് ഞാൻ എവിടെയും എപ്പോഴും പറയും നവ്യെ, അത് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ നവ്യക്ക് കലിയും സങ്കടവും ഒക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അഭിയുടെ ആ ഒരു സ്നേഹമൊക്കെ കള്ളമാണെന്ന് നമ്മുടെ നവ്യ അറിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനയാണ്. അങ്ങനെ ജലജയോട് അഭി പറയൂ, അമ്മേ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരുത്തിയെ വലിയ നിരാശയില. അവളോട് കാണിച്ച സ്നേഹം പെട്ടെന്ന് കെട്ടടങ്ങിയ നിരാശയില്. ഏടത്തി എന്ന് പറയുന്നവള് ഇങ്ങോട്ടേക്ക് വരട്ടടാ. അവളെ ഹോസ്പിറ്റലിലാക്കിയത് അരിയത്തിയും ചേച്ചിയുമാണെന്ന് ഏതാണ്ടൊക്കെ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പൊട്ടിത്തെറി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും, നീ നോക്കിക്കോ. എന്നാലും അവൾമാര് പുറത്തു പോകുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മേ. അങ്ങനെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടോ അവൾമാര്? ഇവിടെ നമ്മൾ പറയുന്നതൊന്നും ഇവിടുത്തെ ആൾക്കാരും വിശ്വസിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മുത്തച്ഛനും മുത്തശ്ശിയും. നയനും ഒരിക്കലും അത് ചെയ്യില്ലെന്നാ പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ഒന്ന് പറ. ഇനി അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഞാൻ വെളിയിലാക്കും? ആകെപ്പാടെ തല പുകഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ കയറി വരുന്നത് കേട്ടോ. അപ്പം ഗോവിന്ദൻ കയറി വരുന്നത് കണ്ടിട്ട് ജലജ
അഭീനെ വിളിച്ച് കാണിക്കാതെ വരുന്നുണ്ട് മറ്റൊരു അവതാരം വരുന്നുണ്ട്, ദരിദ്രരാശി എന്തൊക്കെയോ കെട്ടിപ്പൊക്കിക്കൊണ്ടാ വരുന്നത്, മകൾക്ക് കൊടുക്കാനായിരിക്കും. അപ്പൊ ഗോവിന്ദൻ അടുത്ത് വന്നപ്പോഴത്തേക്കും ജലജ ചോദിച്ചു, അല്ല എന്ത് വേണം? അത് പിന്നെ കനക കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നു വിട്ടായിരുന്നേ മോൾക്ക് കൊടുക്കാന്. ഒരാൾ ഹോസ്പിറ്റലിലാണ് ഇപ്പം, അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അവിടെ പോയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. വിവരമൊക്കെ അന്വേഷിച്ചിട്ട് ഇവിടെ ഒരുത്തി ഉണ്ടാക്കിയ പലഹാരവും പാലും ഒക്കെ കുടിച്ചിട്ടാ ഒരുത്തി ഹോസ്പിറ്റലിലായത്. അതറിഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഇനി അതിന്റെ പിന്നാലെ എല്ലാവരെയും കൂടെ അവിടെ കിടത്താൻ വേണ്ടിയായിരിക്കും ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ കണ്ണിൽ കണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അയ്യോ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ അഭി പറഞ്ഞു, അമ്മ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ പോയിട്ട് നിങ്ങളുടെ മകളുണ്ടല്ലോ, ആ നയന, അവൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ പേടിയാ. എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? ഞങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് ആശുപത്രി പോയി കിടക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, അല്ല മോനെ, മോന് തന്നെ പറ്റിയത്? മോന്റെ ആ ഒരു സ്വഭാവത്തിൽ നല്ല മാറ്റം കണ്ടായിരുന്നല്ലോ. അവളെ ഞാൻ സ്നേഹിച്ച കാര്യം സത്യമൊക്കെ തന്നെയാ. അമ്മായിയെ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ളത് ആര് കാരണമാ? അത് നിങ്ങളുടെ മകള് നയന കാരണമാ. അപ്പം ഇനിയിപ്പം നിങ്ങളുടെ മകളെ സ്നേഹിക്കണോ ഞാന്? ഇല്ല, ഒരിക്കലും ഇല്ല. നയന ചെയ്ത കുറ്റമാണെങ്കിലും നിങ്ങളുടെ മകളെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ ജലജ പറഞ്ഞു, ദേ എന്താണോ നോക്കി നിൽക്കുന്നത്? മര്യാദയ്ക്കൊരു കാര്യം ചെയ്യ്, അത് പള്ളയെ കളഞ്ഞിട്ട് വിട്ടുവെക്കോ. അല്ലെങ്കിൽ ഇതേ വന്നല്ലോ ഒരുത്തി, അവക്ക് മാത്രം കൊടുത്താൽ മതി. അവളും അവളുടെ അനിയത്തിയും കൂടെ മാറി തിരിഞ്ഞിരുന്നു കഴിക്കട്ടെ. അല്ലാതെ മറ്റാരും ഇത് കൈ കൊണ്ട് തൊട്ടുപോലും നോക്കുമല്ല. മറ്റാർക്കും ഇവിടെ പലഹാരം വേണ്ട. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ ഇറങ്ങി വന്നു കേട്ടോ. നവ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു, ദേ മോളെ, കുറച്ച് പലഹാരം അമ്മ ഉണ്ടാക്കി തന്ന് വിട്ടതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭി പറഞ്ഞു, പിന്നെ ഒരു പലഹാരമൊന്നും അല്ല വേണ്ടത്, കുറച്ച് സ്വർണമോ കുറച്ച് പൈസയോ ഒക്കെയാ തരേണ്ടത്. നല്ല അമ്മായിയച്ഛന്മാർ അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ കുറച്ച് ഉണക്ക പലഹാരങ്ങളുമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് മെച്ചമുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, വല്ല സ്വർണവും ഇങ്ങോട്ട് എടുക്ക, വല്ല പൈസയും ഇങ്ങോട്ട് എടുക്ക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു, അതെ, നീ എന്നെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും കുറെ സ്നേഹപ്രകടനം നടത്തിയില്ലേ? അത് സത്യമാണെന്ന് വിശ്വസിച്ച് പോയത് കൊണ്ടാ എൻ്റെ അച്ഛൻ പലഹാരമായിട്ട് വന്നത്. അത് നീ ഓർത്തോ? അപ്പം ജലജ പറഞ്ഞു, അപ്പോഴേ ഞാൻ പറഞ്ഞതാ നിന്നോട് ഇവളെ സ്നേഹിക്കരുതെന്ന്. എന്തിനാ ഇവളെ സ്നേഹിച്ചത്? അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവളുമാരെ സ്നേഹിച്ച് ഉണ്ടല്ലോ, അടുത്ത നിമിഷം അവർക്ക് കുഴി വെട്ടേണ്ടി വരും എന്ന കാര്യം ഉറപ്പ് തന്നെയാ. അപ്പൊ അഭി പറഞ്ഞു, ഏതായാലും വന്നതല്ലേ, ഇനി അച്ഛനും മോളും അങ്ങോട്ട് സ്നേഹിക്ക്, രണ്ടുപേരും സ്നേഹിച്ച് ഇവിടെ ഇരിക്കെ. ബാ അമ്മേ, എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് കയറി പോകാന്ന് പറഞ്ഞിട്ട് അഭി ജലജേനെ വിളിച്ചോണ്ട് അങ്ങ് കയറി പോയി കേട്ടോ. നമ്മുടെ ഗോവിന്ദൻ അങ്ങ് എന്തോ പോലെ ആയി പോയി കേട്ടോ. കാരണം ഗോവിന്ദൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി വന്ന്. അങ്ങനെ ഗോവിന്ദൻ പറയുക, മോളെ, എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. എൻ്റെ മനസ്സേ മൊത്തത്തിലൊന്ന് തണുത്തതാ. എൻ്റെ മാത്രമല്ല, വീട്ടിലുള്ളവരുടെ എല്ലാം. ഇതെല്ലാം കെട്ടുകാഴ്ചയായിരുന്നല്ലേ. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. സ്നേഹം അത് വെറും അഭിനയമായിരുന്നല്ലേ എന്നാ എനിക്ക് തോന്നുന്നു അച്ഛാ. എനിക്കറിയില്ല എന്താ നടക്കുന്നതെന്ന്. അച്ഛൻ ഏതായാലും കൊണ്ടുവന്ന പലഹാരമല്ലേ, അതൊക്കെ ഇങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പലഹാരമെല്ലാം നമ്മുടെ നവ്യ സന്തോഷത്തോടു കൂടി ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാ, അമ്മയോടും നന്ദുവിനോടും ഇവിടെ നടന്ന കാര്യമൊന്നും അച്ഛൻ പറയണ്ട, വേണ്ട, അവരെ വിഷമിപ്പിക്കണ്ട. അവരൊക്കെ എന്നോട് അഭിക്ക് സ്നേഹമാണെന്നല്ലേ കരുതിയിരിക്കുന്നത്. അതൊന്നും അച്ഛൻ തിരുത്താൻ പോകണ്ട. ആൾക്കാർക്ക് എങ്ങനെയാ മോളെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്? എനിക്കതാ അറിയാൻ പറ്റാത്തത്. അവനും അവൻ്റെ അമ്മയ്ക്കും ഇതിന് വലിയ പാടൊന്നുമില്ല അച്ഛാ. അതുപോലെ തന്നെയാ അനിയുടെ ഭാര്യയും അവളുടെ അമ്മയും ഒക്കെ എല്ലാവരും കണക്കാ. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അവൻ എന്നെ സ്നേഹിച്ചിട്ട് തള്ളി പറഞ്ഞപ്പം ഞാൻ അവൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നു. പക്ഷെ ഈ നിമിഷം എനിക്ക് പറ്റുന്നില്ല അച്ഛാ. സത്യമായിട്ടും എനിക്ക് മരിക്കാൻ തോന്നുക. എന്തോ ജീവിക്കാനുള്ള ആ കൊതിയൊക്കെ അവസാനിച്ച പോലെ. മോളെ, നീ കരയാതെ, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നവ്യ ഗോവിന്ദന്റെ ചങ്കത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഒരുപാട് സങ്കടമാകുന്നു. ഗോവിന്ദൻ, മോളെ, നീ കരയാതിരിക്കെ. ദേ, അച്ഛനും അമ്മയ്ക്കും മക്കളൊരു ഭാരമല്ല. അത് മോൾ ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ഭാരമല്ല. അതുകൊണ്ട് മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോരെ, അവിടെ വന്ന് താമസിക്ക്. ദേ, പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? നയനോട് ഞാൻ ഇത് തന്നെയാ പറയുന്നത്. നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ അപ്പം വീട്ടിലേക്ക് വരണം. പിന്നെ ആദർശിനും നയനോടുള്ള ആ ഒരു സ്നേഹം അഭിനയം അല്ലല്ലോ മോളെ. ഹേയ് അല്ലച്ച, ആദർശേട്ടൻ ഒരിക്കലും രണ്ടു മുഖം കൊണ്ട് നടക്കുന്ന ആളല്ല. അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാ. ഇവനാ കുറുക്കൻ, ദുഷ്ടൻ. കല്യാണത്തിന് മുമ്പ് ഇവ കുറുക്കനായിരുന്നു, കല്യാണത്തിന് ശേഷവും അതോ പല രീതിയിലും തെളിയിച്ചുകൊണ്ടിരിക്കുക. പ്രസവിക്കാൻ പോകുന്ന ഭാര്യയ്ക്ക് സുഖവും സന്തോഷവും കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെ ചതിക്കുന്നത്
അതവന് ദോഷം ചെയ്യും മോളെ, അത് ദോഷം ചെയ്യും. അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. സത്യമായിട്ട് ഞാൻ അവനെ അത്രയ്ക്ക് വെറുത്തുപോയി. ആദർശിന്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയതിന്റെ ഉത്തരവാദിത്തം ഇപ്പം നയനയുടെ തലയിലായല്ലേ മോളെ. അവള് കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ അച്ഛ അമ്മായി കുടിച്ചത്. അതുകൊണ്ടാ അവളുടെ തലയിൽ അതായത്. ഒരു ഉറുമ്പിന് പോലും നോവിക്കാത്ത എൻ്റെ നയനമോളെ അതെന്തിനാ എല്ലാവരും അങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എൻ്റെ മോൾ അത് ചെയ്തില്ല എന്ന്? ഹേയ് ഇല്ല അച്ഛ, അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനൊക്കെ അവൾക്ക് കൂട്ടുണ്ട്. അവളെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ശരിക്കും ഞാൻ കുടിക്കേണ്ട പാല അമ്മായി കുടിച്ചത്. എൻ്റെ കുഞ്ഞു മരിക്കേണ്ട സ്ഥാനത്താ ഇപ്പം അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അത് ഞാൻ കുടിച്ചിരുന്നെങ്കിലേ ഇപ്പം വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞു പോയേനെ. ഇപ്പം അമ്മായി ഐസിയുവിൽ കിടക്കുന്നത് പോലെ ഞാൻ ഐസിയുവിൽ കിടന്ന പോലെ കിടന്നേനെ. അതാ ഇവിടെ പലരും ആഗ്രഹിച്ചത്. ഇങ്ങനെ മനഃപൂർവ്വം വിഷം തരുന്ന ഈ വീട്ടില് എങ്ങനെയാ മക്കളെ നിങ്ങൾ രണ്ടാളും പിടിച്ചു നിൽക്കുന്നത്? എന്തായാലും ഞാൻ വീട്ടിലേക്ക് വരില്ല അച്ഛാ. പിടിച്ചു നിൽക്കാവുന്നിടത്തോളം ഞാനിവിടെ പിടിച്ചു നിൽക്കും. അതുപോലെ നയനയും. പിന്നെ ഞങ്ങളെ കൊന്നിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ഓടി നടക്കുന്നവര് അത് ചെയ്തോട്ടെ, അതിനെന്താ പ്രശ്നം? അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. എന്തായാലും കയറി വന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഇറങ്ങി കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തോക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അല്ല, മോൾ അഭിയുമായിട്ട് വീട്ടിൽ വന്നപ്പം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പം ഈ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായതാ. നന്നായിട്ട് മനസ്സ് നിറഞ്ഞതാ. ഒരിക്കലും സന്തോഷിക്കാത്ത സന്തോഷം ഉണ്ടായതാ. നിന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചതാ. അതിന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ദൈവത്തിനോട് നന്ദിയും പറഞ്ഞു. കനകദുർഗ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഈ അച്ഛന് സങ്കടം വരുന്നത്. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഈ അച്ഛന് സങ്കടം വരുന്നത്. ഇല്ലച്ച, കരയണ്ടച്ച, ഇതെല്ലാം ഞാൻ വരുത്തി വെച്ചതാണല്ലോ. എല്ലാം ഞാൻ അനുഭവിക്കും. ഞാൻ അനുഭവിച്ചേ ഞാൻ തീരൂ. ഞാൻ തന്നെയെല്ലാം വരുത്തി വെച്ചത്. എനിക്കറിയാം ഞാൻ പണ്ട് എങ്ങനെയായിരുന്നുവെന്നും എങ്ങനെ ചിന്തിക്കുന്നവളായിരുന്നു എന്നൊക്കെ. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗോവിന്ദൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ, അനന്തപുരി തറവാട്ടിൽ നിന്ന്. കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലാണ്. അവിടെ ആദർശിനെയും ജയനെയും കാണിക്കുന്നത്. അങ്ങനെ ആദർശ് നിൽക്കുമ്പോഴത്തേക്കും ജയൻ ഇങ്ങ് വരികയാണ് കേട്ടോ. അപ്പൊ ജയൻ വന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ നല്ല കുറവുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഏതായാലും അതിന് നന്ദി പറയേണ്ടത് വേറെ ആരോടും അല്ല, നയനമോളോടാ. ആ സമയത്ത് ഒരാളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ലായിരുന്നോ? ഇനിയിപ്പം ബ്ലഡ് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ഇനിയും ആൾക്കാരെ കണ്ടെത്തേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 1-2 പേര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ കരുതി വെക്കണം, എന്തെങ്കിലും ആവശ്യം വന്നാൽ. അല്ല മോനെ, നയനയ്ക്ക് പ്രശ്നമല്ല ഉണ്ടോ? ഹേയ്, നയനയ്ക്ക് പ്രശ്നമൊന്നുമില്ല. നയന നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. അവക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നയനയ്ക്കല്ല അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞതിന്. അത് നിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. വേണമെങ്കിൽ അനാമികയ്ക്ക് ബ്ലഡ് കൊടുക്കായിരുന്നു. പക്ഷെ ആ സമയത്തെ അവൾ ഓടി ഒളിക്കുകയായിരുന്നു. ഐസിയുവിൽ കിടക്കുന്ന ദേവയാനി അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാ അവളെ താലോലിക്കുന്നത്. മനസ്സിലാകുന്ന ഒരു നിമിഷം വരുമല്ലോ. അന്ന് അവളെല്ലാം പഠിച്ചോളും. നയനെ ആരാണെന്ന് അവൾ അറിഞ്ഞോളും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകദുർഗേനെയാണ് കേട്ടോ. അപ്പം ഗോവിന്ദൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ കനകദുർഗ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഗോവിന്ദൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പൊ കനകദുർഗ ചോദിക്കുക, അല്ല എന്തായി പോയിട്ട്? എന്താ മോളെ കണ്ടോ? കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായി പോകുന്നു. എൻ്റെ ദൈവങ്ങളെ, ആശ്വാസമായി. അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു, അച്ഛന്റെ മുഖത്തിന്റെ വിഷമം ഉണ്ടല്ലോ. അത് ശരിയാണല്ലോ ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ടന്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ. അതിനെ ഞാനേ 1.5 കിലോമീറ്റർ വെയിലത്ത് നടന്നു. അതിൻ്റെ ഒരു വാട്ടം എൻ്റെ മുഖത്ത്. ഗോവിന്ദേട്ട, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ചെക്കപ്പ് ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ചെക്കപ്പ് നടത്തണം. ഹൃദയം നിന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതാ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇടയ്ക്കൊന്ന് ECG ഒക്കെ ചെക്ക് ചെയ്യണമെന്ന്. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് കിടന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാകും കനകദുർഗെ. അല്ല, ആദർശ് മോൻ്റെ അമ്മ ഇപ്പം ഹോസ്പിറ്റലിലാണല്ലോ. ഗോവിന്ദേട്ട, ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹേയ്, അങ്ങനെയൊന്നും ഒരു ചർച്ചാ വിഷയം അവിടെ നടന്നില്ല. അല്ല, ഞാൻ വേറൊന്നും കൊണ്ടും അല്ല ചോദിക്കുന്നത്. പാല് കുടിച്ചിട്ടാ അവര് ഹോസ്പിറ്റലിലായത്. സാധാരണ അവിടെ പാല് കാച്ചാറുള്ളത് നയനമോളാണല്ലോ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നവ്യമോൾക്ക് കൊടുക്കാൻ കാച്ചി വെച്ചിരുന്ന പാലാണ് ആദർശിന്റെ അമ്മ എടുത്ത് കുടിച്ചതെന്ന് അങ്ങനെ ഒരു ചെറിയ സംസാരം അവിടെ ഉണ്ടെന്ന് നയനമോള് പറഞ്ഞായിരുന്നു.
ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലും നീരസം ഉണ്ടായോ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അബിയുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ, കാരണമില്ലാതെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവക്കാരിയല്ലേ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരവരുടേതായ രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പം ശരിക്കും ഇൻസൾട്ട് ചെയ്തു അല്ലേ അച്ഛാ എന്നിങ്ങനെ നമ്മുടെ നന്ദു ചോദിച്ചു. അപ്പം കനകദുർഗ പറഞ്ഞു, അവർ ഇൻസൾട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ മോളെ. അബിയുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, അത് മതി. അവന് മോളോട് സ്നേഹമാണല്ലോ. അത് തന്നെ വലിയ ആശ്വാസം. അതിനല്ലേ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത്. എൻ്റെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ. ഇനി അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. അതെ അതെ, അവനിപ്പോഴും നല്ല സ്നേഹം തന്നെയാ മോളോടും നമ്മളോടും ഒക്കെ. നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം. അത് നന്നായി ഗോവിന്ദേട്ട. എല്ലാവരും ചോദിച്ചു, ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനും പറഞ്ഞു. അബിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ ഇപ്പൊ തന്നെ തയ്യാറായിട്ട് നിൽക്കുക. പിന്നെ നവ്യാണെങ്കിൽ പറഞ്ഞു വേണ്ട, എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് പോകണ്ടായെന്ന്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ അങ്ങ് അകത്ത് കയറി പോയിട്ടോ. അപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, മോളുടെ അച്ഛന്റെ മുഖത്തിനൊരു വാട്ടമുണ്ട്. ആ ജലജ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ, അതുകൊണ്ട് തന്നെ മോളുടെ അച്ഛന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കനകദുർഗ അകത്ത് കയറിപ്പോയി. പക്ഷെ നമ്മുടെ നന്ദുവിന് വല്ലാത്തൊരു സംശയം ഉണ്ട് കേട്ടോ, ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടോ എന്ന്. കാരണം നന്ദുവിന്റെ അച്ഛനെ കണ്ടിട്ട് നന്നായിട്ട് മനസ്സിലായി എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി ഒരു ലാപ്ടോപ്പ് ഒക്കെ എടുത്തു വെച്ചിട്ട് ആ ലാപ്പിന്റെ മണ്ടയിൽ എന്തൊക്കെയോ ഇങ്ങനെ കുത്തി കുത്തി കിഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോട്ട് നവ്യ വരികയാണ് കേട്ടോ. നവ്യ വന്നിട്ട് ചോദിക്കുക, അതെ നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താ ഇപ്പൊ നീ ഇങ്ങനെ ചോദിച്ചത്? അല്ല, നിന്നെ ജനിപ്പിച്ച ഒരു അച്ഛൻ കാണൂല്ലോ നിനക്ക്, അയാളുടെ പേരെന്താണെന്നാ ഞാൻ ചോദിച്ചത്. അല്ല, നീ നിന്റെ അമ്മയോട് അത് ചോദിച്ചിട്ടില്ലേ? അത് പിന്നെ എനിക്ക് ഓർമ്മയായ ശേഷം അയാൾ എന്നോടൊപ്പം ഇല്ല. അല്ല, എന്താ അയാൾ നിന്നെ വിട്ടിട്ട് പോകാൻ കാരണം? അല്ല, ഇതൊക്കെ ഇപ്പൊ നീ എന്തിനാ അറിയുന്നത്? അറിയേണ്ട കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. നിന്റെ അമ്മയെ പോലെ ഒരാളുടെ ഒപ്പം ഒരാണിനും ജീവിക്കാൻ പറ്റില്ല. അവരുടെ സ്വഭാവ ദൂഷ്യം കാരണമാണ് നിന്നെ ജനിപ്പിച്ച ആള് ആ സ്ത്രീയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ദേ നവ്യെ, നീ വഴക്കിന് വന്നതാണോ? ദേ, നീ എന്നെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയില്ലേ? എൻ്റെ അച്ഛനും അമ്മ ഒരുപാട് കൊതിപ്പിച്ചില്ലേ? മകനും മരുമകളും തമ്മിൽ നല്ല രീതിക്കാ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ലോകം പിടിച്ച സന്തോഷമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അതാ നീ ഒറ്റ നിമിഷം കൊണ്ട് തല്ലി തകർത്തത്. നീ ഓർത്തോ? സന്തോഷം കൊണ്ട് എൻ്റെ അച്ഛൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ആ നേരത്ത് നീയും നിന്റെ അമ്മയും തനി കോണം കാണിച്ചു അല്ലേടാ? നീ എൻ്റെ അച്ഛനെ അപമാനിച്ച് ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേടാ? ദേ, എൻ്റെ അച്ഛൻ മനസ്സ് വേദനിച്ച് ഇവിടുന്ന് പോയത്. ഒരച്ഛൻ്റെ വേദന അറിയെങ്കിലേ ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചു വളരണം. നീ അങ്ങനെയല്ലടാ വളർന്നത്. അതുകൊണ്ടാ നിന്റെ അച്ഛൻ്റെ പേര് ഞാൻ നിന്നോട് ചോദിച്ചത്. അയാൾ എന്തുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയതെന്ന്. ഒരച്ഛൻ്റെ സ്നേഹം അറിയാതെയാ നീ വളർന്നത്. 2 തവണ അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ എൻ്റെ അച്ഛൻ. അങ്ങനെ ഒരാളുടെ നെഞ്ച് പിളരുന്ന ഒരു കാര്യമാ നീ എൻ്റെ അച്ഛനോട് പറഞ്ഞത്. ഓഹോ, നീ ഇപ്പോഴല്ലേ നീ നിന്റെ അച്ഛനെയും നിന്റെ വീട്ടുകാരെയും ഒക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ അതൊന്നും ചിന്തിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഇല്ലല്ലോ. അവരെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. നിന്റെ അനിയത്തിമാരുടെ 4-1 അംശ സ്നേഹം പോലും നിനക്ക് ഇല്ലായിരുന്നല്ലോ. അതെ, അതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ പശ്ചാത്തപിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇങ്ങനെയാണെങ്കിലേ ഞാൻ നാളെ പശ്ചാത്തപിച്ചോളാം. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് അഭി പറഞ്ഞു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ നവ്യ പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛന്റെ വിത്താണല്ലോ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാ നിന്റെ സ്വഭാവമെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലൂലോടാ. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, അതെ, അങ്ങനെ കൊല്ലാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. ഇപ്പോഴും നീ ആ കുഞ്ഞിനെ കളഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും ഒരു ഒറ്റ അടി കൊടുക്കാൻ വേണ്ടി നമ്മുടെ നവ്യ ഇങ്ങനെ വന്നതും പെട്ടെന്ന് കൊടുത്തില്ല കേട്ടോ. കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നയന ഇങ്ങനെ കവിളിൻ്റെ അടുത്ത്, നയനയല്ല നവ്യ ഇങ്ങനെ കവിളിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും പറഞ്ഞു, ദേ നിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കേണ്ടതാ. പക്ഷേ നീ മാലയിട്ട് പോയി. അതും കൊണ്ടാ. ദേ, പിന്നെ ഒരു കാര്യം പറയാം, നീയും നിന്റെ അമ്മയും എൻ്റെ കുഞ്ഞിനെ കളയാൻ പ്ലാൻ ചെയ്തിട്ട് നീ എന്നെ സ്നേഹിക്കുമായിരുന്നു. നിന്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ പറയുമായിരുന്നു. ദേ, അനാവശ്യം പറയരുത് നീ. ഞാൻ അനാവശ്യമല്ല പറയുന്നത്, നടന്ന സത്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാൻ തയ്യാറാ. അനന്തപുരിക്കാർ അഭയം തന്നില്ലായിരുന്നുവെങ്കിൽ നീ നിന്റെ അമ്മ ഇപ്പൊ തെരുവിൽ കിടന്ന് തെണ്ടിയനെ. അതല്ലേ സത്യം, അതല്ലേ വാസ്തവം. വലിഞ്ഞു കയറി വന്നവരല്ലടാ ഞാനും നയനയൊന്നും. ഞങ്ങൾ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്. നീ നിന്റെ അമ്മയുമാ ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത്. എന്നിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അനന്തപുരിയിലെ കാരണവന്മാരുടെ കനിവ് കൊണ്ട് ജീവിക്കുന്നവരാ നിങ്ങള്. ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ഭിക്ഷ മാത്രമാണ് നിന്റെ ജീവിതം. അല്ലാതെ ഒരിക്കലും നീ ഇവിടത്തെ ആരുമല്ല. ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ പോയിട്ടോ. നവ്യയുടെ മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറഞ്ഞു. മിടുക്കിന്ന് വേണം പറയാൻ. അത് തന്നെ വേണം അഭിക്ക്. അഭിയുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കണമായിരുന്നു. അതുപോലെ തന്നെ കുത്തി വേദനിപ്പിച്ചു. അഭി അത് കേട്ടിട്ട് ഇങ്ങനെ നീറി പുകഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആളി കത്തുകയാണ്. അതിനിടെ സങ്കടം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പൊ നന്ദു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പം അവിടെ അനി ഉണ്ടായിരുന്നു. അനി ഇങ്ങനെ ഇറങ്ങി വരുന്നു, നമ്മുടെ നന്ദു കയറി ചെല്ലുന്നു. ആ ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ അനിയുടെ ജീവിതത്തിൽ, അനിയുടെ മനസ്സിൽ. അങ്ങനെ നമ്മുടെ അനിയോട് ചോദിക്കുക, അതെ ചേച്ചി ഇവിടെ ഇല്ലേ? അവരിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവർ പുറത്തു വരെ പോയതാ. അത് പിന്നെ ഞാൻ അവർ ഉണ്ടെന്ന് കരുതിയാ വന്നത്. അതെന്താണോ അങ്ങനെ? അവരില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ അങ്ങനെയല്ല അനി ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. നന്ദുവിൻ്റെ പതർച്ചയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. താൻ മുമ്പ് ഇങ്ങനെയല്ലായിരുന്നല്ലോ. എന്നെക്കാളും തൻ്റെ ഇടം തനിക്കുണ്ടായിരുന്നുവല്ലോ. പിന്നെ തനിക്ക് എന്താ പറ്റിയത്? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ പറയുന്നത്. പിന്നെന്താ താനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാത്തത്? എന്താടോ തനിക്ക് പറ്റിയത്? തന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. സത്യത്തിൽ തന്നെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ പോകാറുള്ള കോഫി ഷോപ്പിലൊക്കെ ഞാൻ പോകാറുണ്ട്. അവിടെയൊന്നും തന്നെ കാണാറില്ല. അവിടെ നന്ദു വരുവാണെങ്കിൽ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ താൻ അങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലല്ലേ? അത് ഞാനിപ്പം അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അനി. എല്ലാം ഞാൻ കാരണമല്ലേ? എനിക്കറിയാം ഞാൻ കാരണമാണെന്ന്. ഇപ്പൊ എല്ലാവർക്കും കുറ്റബോധമുണ്ട്. അനാമികയെ പോലെ ഒരുത്തിയെ അനന്തപുരിയുടെ മരുമകളാക്കിയതിന്. ഞാനൊരു കാര്യം പറയട്ടെ, അവളേക്കാൾ പരിതാപകരമാ ഇപ്പൊ എന്റെ അവസ്ഥ. നന്ദുവിനേക്കാൾ പരിതാപം എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ ഞാൻ ഈ കാര്യം സംസാരിക്കാനൊന്നും അല്ല വന്നത്. വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞാൻ വന്നത്. അത് പിന്നെ വല്യമ്മയ്ക്ക് കുറച്ച് കൂടുതൽ തന്നെയാ. ഈ അവസ്ഥയിൽ വല്യമ്മേനെ കൊണ്ടെത്തിച്ചത് ആരാണെന്നുള്ള സംശയത്തിലാ ഇപ്പൊ എല്ലാവരും ഉള്ളത്. ഒന്നുകിൽ അബിയും അബിയുടെ അമ്മയും, അല്ലെങ്കിൽ അനാമികയും അനാമികയുടെ അമ്മയും. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. പിന്നെ ചിലര് നയനേടത്തിനെ സംശയിക്കുന്നുണ്ട്. അത് വെറും സംശയം മാത്രമാണ്. കാരണം നയനേടത്തി കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ വല്യമ്മ എടുത്ത് കുടിച്ചത്. അതുകൊണ്ടാ അങ്ങനെ ഒരു സംശയം വന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ നന്ദു ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.